اللهم رب العالمين إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وليعلم الذين أوتوا العلم أنه الحق من ربك فيؤمنوا به وليعلم الذين أوتوا العلم أنه الحق من ربك فيؤمنوا به فتخبت له قلوبهم وإن الله لهادي الذين آمنوا إلى صراط مستقيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതം നന്നായി ആസ്വദിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. എന്നും ശാന്തമായി സമാധാനത്തോടെ ഉറങ്ങി എഴുന്നേൽക്കുന്നവരുമുണ്ട്, അല്ലാത്തവരും ഉണ്ട്. വരാനിരിക്കുന്ന നാളുകളെ പ്രതീക്ഷയോടുകൂടി കണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നവരുമുണ്ട്. വരാനിരിക്കുന്ന നാളുകളെ ആദിയോടെ ബേജാറോടെ കണ്ട് അശാന്തമായ മനസ്സോടെ ജീവിക്കുന്നവരും ഉണ്ട്. എന്നും ഭയവും അശാന്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളായി ജീവിച്ച് തീർക്കുകയല്ല വേണ്ടത്. വളരെ ചുരുങ്ങിയ ആയുസ്സാണ് നമുക്കുള്ളത്. ഈ ആയുസ്സിലെ ജീവിതം നന്നായി ആസ്വദിക്കണം. എന്താണ് ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹു വിലക്കിയ ഹറാമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനാണോ? മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് പാട്ടും സംഗീതവും മ്യൂസിക്കും ഡാൻസുമൊക്കെയായി അങ്ങനെ ഹറാമുകൾ ചെയ്ത് ജീവിക്കുന്ന ജീവിതമാണോ ആസ്വദിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ? അങ്ങനെ ജീവിച്ചവരും ജീവിക്കാൻ ആഗ്രഹിച്ചവരും ഇന്ന് അശാന്തിയിലാണുള്ളത്. ഒരു സമാധാനവും അത്തരം ആളുകൾക്ക് കിട്ടിയിട്ടില്ല. മാരകമായ രോഗങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധികളും വലിയ കുടുംബ പ്രശ്നങ്ങളും കുടുംബ തകർച്ചയും ഒക്കെയായി വലിയ വിപത്തുകളാണ് അത്തരം ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല.
പിന്നെ എന്താണ്, ആരാണ് ജീവിതം ആസ്വദിക്കുന്നത്, എങ്ങനെയാണ് ജീവിതം ആസ്വദിക്കുന്നത്? ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയവുമായിട്ടാണ് അതിന് ബന്ധം, നമ്മുടെ മനസ്സുമായിട്ടാണ് അതിന് ബന്ധം. ഏതൊരു കാര്യവും നമ്മുടെ മനസ്ഥിതിയും നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയും അനുസരിച്ചാണ് ഏതൊരു കാര്യത്തെയും നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. ഹൃദയം കടുത്തുപോയാൽ, ഹൃദയകാഠിന്യം എല്ലാ സമാധാനവും നശിപ്പിക്കും. കഠിന ഹൃദയനായ ഒരാൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല. അയാൾക്ക് ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. അതൊരു വ്യക്തിയാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും ഒരു രാഷ്ട്രമാണെങ്കിലും ശരി, എന്നും അശാന്തിയും ഭയവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചില നാടുകൾ നമുക്ക് കാണാം. ഇപ്പൊ ജൂതന്മാരെ പറ്റി അള്ള പറഞ്ഞു സുമ്മ കസത്ത് കുലൂബുക്കും മിൻ ബഅദി ദാലിക. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അള്ള പറയാം കൽ ഹിജാറ, കല്ല് പോലെ, അല്ല ഔ അശദ്ദ കസ്വ, കല്ലിനേക്കാൾ കടുത്തു, പാറയേക്കാൾ കടുത്തുപോയി. എന്താ കാരണം? വഇന്ന മിൻഹാ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. ചില പാറകളിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നത് കാണാം. വെള്ളം പൊട്ടി വഇന്ന മിൻഹാ ലമാ യശക്കു ഫയഖ്റുജു മിൻഹുൽ മാ. വേറെ ചില പാറകളിൽ നിന്ന് ചില ചോലകൾ, അരുവികൾ വരുന്നത് കാണാം. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ല. ചില മലകൾ, അതിലെ മുകളിലെ പാറക്കല്ലുകൾ അള്ളാനെ ഭയപ്പെട്ട് ഉരുണ്ടു വീഴുന്നത് കാണാം. അപ്പൊ പാറക്കല്ല് പോലെ കടുത്തു എന്നല്ല, പാറയേക്കാൾ ഹൃദയം കടുത്തുപോയി. ജൂതന്മാരെ പറ്റി അള്ള പറഞ്ഞതാ. കാരണങ്ങൾ പലതുമുണ്ട്. മനുഷ്യന്റെ ചിന്തകളും വിശ്വാസങ്ങളും മനുഷ്യന്റെ കർമ്മങ്ങളും അത് ഹൃദയം കഠിനമാകാൻ കാരണമാകും. ഹൃദയം കഠിനമായാൽ ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ചരിത്രം എടുത്തു പറയാണ്, മനുഷ്യരുടെ ചരിത്രം. ആ ചരിത്രം പറയുമ്പോൾ അല്ലാഹ് പറയാണ് വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബിലിക. നബിയെ, താങ്കൾക്ക് മുമ്പ് പല സമുദായത്തിലേക്കും നാം ദൈവദൂതന്മാരെ അയച്ചു. ഫഅഖദ്നാഹും ബിൽ ബഅ്സാഇ വദ്ദറാഹി. അപ്പോൾ നാം അവരെ കഷ്ടപ്പാടുകൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും നാം അവരെ പിടികൂടി. ലഅല്ലഹും യതളറഊൻ, അവർ വിനയമുള്ളവരാകാൻ വേണ്ടി. കഠിന ഹൃദയത്തിൻ്റെ ആളുകളായിരുന്നു അവർ. അപ്പൊ കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് അവരെ പിടികൂടി. ഹൃദയമൊന്ന് വിനയമുള്ള അവസ്ഥയിലേക്ക് അവർ വിനയാന്വിതരാകാൻ വേണ്ടിയാണ് നാം അത് നൽകിയത്. വലാക്കിൻ ഫലൗല ഇത് ജാഅഹും ബസ്സുന. ശ്രദ്ധിക്കണം. എന്നാൽ നമ്മുടെ ശിക്ഷ വന്നപ്പോൾ തളറഉ, ശിക്ഷ കണ്ടപ്പോൾ അവർ ആ ശിക്ഷയുടെ മുന്നിൽ വിനയം കാണിച്ചു. വലാക്കിൻ, പക്ഷെ കസത്ത് കുലൂബുഹും, അവരെ ഹൃദയം കടുത്തുപോയിരുന്നു. വസയ്യന ലഹുമു ശൈത്താനു മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തുകൊണ്ടിരുന്ന അമലുകൾ, അവരെ കർമ്മങ്ങൾ, അവരെ പ്രവർത്തനങ്ങൾ അവർക്ക് ശൈത്താൻ അലങ്കാരമുള്ളതാക്കി കാണിച്ചു കൊടുത്തു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ശൈത്താൻ അലങ്കാരമാക്കി കാണിക്കും. എന്താ ശൈത്താന്റെ പണി? നമ്മളെ ജീവിതം സന്തോഷം നൽകലല്ല ശൈത്താന്റെ പണി. ഈ ലോകവും നാളെ പരലോകവും ശൈത്താൻ നശിപ്പിക്കും. രണ്ടും. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരാള്, ഹൃദയകാഠിന്യമുള്ള ഒരാള്, ദയയും ആർദ്രതയും സ്നേഹമൊന്നും ഇല്ലാത്ത ഒരു പരുക്കൻ, അയാളുടെ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും സംഭവിക്കും. ചില പ്രവർത്തനങ്ങളൊക്കെ തീരാ ദുഃഖത്തിന് കാരണമാകും. അതുകൊണ്ട് ചിലപ്പോൾ എന്താകും, പെട്ടെന്ന് കയ്യിലുള്ള ഒരു ആയുധം കൊണ്ട് മറ്റൊരുത്തനെ ശരിയാക്കി, പിന്നെ ജയിലറക്കുള്ളിൽ വർഷങ്ങളോളം കിടക്കുകയാണ്, പുറം ലോകം കാണാതെ. എന്താ, ആസ്വദിക്കാൻ പറ്റുമോ ആ ജീവിതം? ആസ്വദിക്കാൻ കഴിഞ്ഞോ? ഇല്ല. അയാൾ ഒരു നിമിഷ നേരം, അയാളുടെ ആ കഠിന ഹൃദയമാണ് അയാളെ ജീവിതം നശിപ്പിച്ചത്. അയാൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും അങ്ങനെ ശൈത്താൻ അത് അലങ്കാരമാക്കി കാണിക്കും. പല കാരണങ്ങളുമുണ്ട് മനുഷ്യന്റെ ഹൃദയം കടുക്കാൻ. അള്ളാഹ് പറയാണ് ഫബിമാ നഖ്ലിഹിം മീസാഖഹും ലഅന്നഹും. അള്ളാഹിനോടുള്ള കരാറ് അവർ ലംഘിച്ചതിനാൽ നാം അവരെ ശപിച്ചു. വജഅൽനാ ഖുലൂബഹും ഖാസിയ, അവരുടെ ഹൃദയങ്ങളെ കടുത്തതാക്കി തീർക്കുകയും ചെയ്തു.
അതിന് കാരണങ്ങൾ അള്ളാഹു ഇങ്ങനെ പറയാണ്. അതിലൊരു കാരണം വനസു ഹല്ലം മിമ്മാ ദുക്കിറു ബിഹി, അവർക്ക് നൽകിയ ഉത്ബോധനങ്ങളിൽ പലതും അവർ മറന്നു കളഞ്ഞു. അള്ളാഹു നൽകിയ ഉത്ബോധനങ്ങളെ പലതും മറന്നു കളഞ്ഞ് ജീവിക്കുമ്പോഴാണ് മനുഷ്യന്റെ ഹൃദയം കഠിനമായി തീരുക. ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാനും നന്നായി ജീവിതം ആസ്വദിക്കാനും എങ്ങനെ പറ്റും? വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്ന അൽഖ ശൈത്താനു ഫീ ഉംനിയതി. നബിയോട് പറയാ, നബിയെ താങ്കൾക്ക് മുമ്പ് അയക്കപ്പെട്ട ദൂതന്മാർ, പ്രവാചകന്മാർ അവരെയൊക്കെ അയച്ചപ്പോ അവര് ഓതിക്കേൾപ്പിക്കുന്ന സമയത്ത്, ആ ഓതിക്കേൾപ്പിക്കുന്ന കാര്യത്തിൽ പിശാച് ചില ദുർബോധനങ്ങൾ ചൊലുത്തിവിടും. എന്നാൽ അല്ലാഹു തആല അത് മായ്ച്ചു കളയും. എന്നിട്ട് അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളെ ശക്തിപ്പെടുത്തും. അള്ളാഹു അലീമുൻ ഹക്കീമാണ്. എന്തിനാണത്? ലിയജഅല മാ യുൽഖിയ ശൈത്താനു ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ ഖാസിയതി ഖുലൂബുഹും വഇന്നൽ ളാലിമീന ലഫീ ശിഖാഖിൻ ബഈദ്. ആ പിശാച് കുത്തിച്ചെലുത്തുന്ന കാര്യത്തെ ഹൃദയങ്ങളിൽ രോഗമുള്ളവർക്കും ഹൃദയങ്ങൾ കടുത്തുപോയ ആളുകൾക്കും ഒരു പരീക്ഷണമാക്കാൻ വേണ്ടിയാണത്. തീർച്ചയായും അക്രമകാരികൾ സത്യത്തിൽ നിന്ന് വിദൂരമായ കക്ഷി മത്സരത്തിലാണുള്ളത്. ചിലതൊക്കെ അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ നേരാവണ്ണം ഉൾക്കൊള്ളൂല. അവിടെ ശൈത്താൻ ചില ഇടപെടലുകൾ നടത്തും, നമ്മൾ അതേ മനസ്സിലാക്കുള്ളൂ. നേരാവണ്ണം പല കാര്യങ്ങളും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് പറ്റാതെ വരും. എന്നിട്ട് അള്ളാഹ് പറയുന്നത് വലിയൊരു പരീക്ഷണമാണ്. എന്നാൽ വലിയഅലമല്ലദീന ഊത്തുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക, അറിവ് നൽകപ്പെട്ട ആളുകൾക്കറിയാം തന്റെ റബ്ബിൽ നിന്ന് വന്നത് സത്യമാണ്. ഫയുമിനു ബിഹി, അവരതിൽ വിശ്വസിക്കും, നല്ല വിശ്വാസം ഉണ്ടാകും. ബാക്കി ഫതുഖ്ബിത ലഹു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെട്ടുകൊണ്ട് വിനയാന്യതരായി നല്ല വിശ്വാസത്തോടു കൂടി അവർ ജീവിക്കും. വഇന്നല്ലാഹ ലഹാദിൽ ലദീന ആമനു ഇലാ സിറാത്തി മുസ്തഖീം, തീർച്ചയായും അല്ലാഹു ഈമാനുള്ള ആളുകളെ നേരായ പാതയിലേക്ക് നയിക്കും. അപ്പൊ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വചനങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്ന പലതുണ്ട്. അത് ശരിക്ക് അറിഞ്ഞ് ആ വിശ്വാസം സ്വീകരിക്കുക, ആ കർമ്മങ്ങൾ ചെയ്യുക, ജീവിതം നന്നായി ആസ്വദിക്കാൻ പറ്റും. അതിൽ നിന്ന് വ്യതിചരിച്ച് നമ്മൾ പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം കഠിനമുള്ളതാക്കി തീർക്കും. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ചെയ്തികളും വിശ്വാസങ്ങളും ഈ ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ മുസ്ലിമായതിന്റെ ഗുണം എന്താ അറിയോ? ഒരാൾ യഥാർത്ഥ മുസ്ലിമായാൽ അയാൾ ജീവിതം നന്നായി ആസ്വദിക്കുന്നുണ്ടാകും. എന്താ ഈ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് വലിയ ശത്രുതയുടെ കാരണം എന്താ? വലിയ ശത്രുതയുടെ കാരണം എന്താ? മുസ്ലിമീങ്ങൾ ജീവിതം ആസ്വദിക്കുന്നു എന്ന തിരിച്ചറിവാ. മുസ്ലിമീങ്ങൾക്ക് ചിലപ്പോൾ പട്ടിണിക്കാരം, ദാരിദ്ര്യമായിരിക്കും, കഷ്ടപ്പാടായിരിക്കും. എന്നാൽ ശത്രുക്കൾക്ക് സമ്പന്നത ഉണ്ടാകും, സൗകര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ അവർക്ക് അതൊന്നും ഉണ്ടായിട്ടും ആസ്വദിക്കാൻ കഴിയണില്ല. പിന്നെ പട്ടിണി പാവങ്ങളായിട്ടും ദരിദ്രരായിട്ടും ജീവിതം ആസ്വദിക്കുന്ന മുസ്ലിമീങ്ങളെ കാണാം. എന്താ കാരണം? അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഒരാൾക്ക് മുസ്ലിമാകാൻ, ഇസ്ലാമിലേക്ക് അല്ലാഹു അവന്റെ ഹൃദയത്തെ വിശാലമാക്കിയാൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ അവന്റെ റബ്ബിന്റെ ഒരു പ്രകാശത്തിലേക്കാണ്, ഒരു പ്രകാശത്തിൽ അവൻ ജീവിക്കുന്നത്. അവന്റെ മുന്നിൽ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം കാണും, ആ വെളിച്ചം ആസ്വദിക്കും. പലരുടെയും മുന്നിൽ ഇരുട്ടാണ്, പലരുടെയും മുന്നിൽ ഇരുട്ടാണ്. ഇരുട്ടിനെ, ആ ഇരുട്ട് കണ്ട് ഇരുട്ടിൽ ജീവിച്ച് വെളിച്ചം കിട്ടാതെ മനസ്സ് സങ്കടപ്പെട്ട് പരാതികൾ പറഞ്ഞ് പരിഭവങ്ങൾ പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ആളുകളെ കാണാം. അങ്ങനെ എത്ര രാവും പകലും കഴിഞ്ഞുപോയി. ഒരു സുഖവും സന്തോഷവും ഇല്ലാതെ ആസ്വദിക്കാൻ കഴിഞ്ഞോ? ഇല്ല. എന്നാൽ അള്ളാഹ് പറയാ, ഇസ്ലാം ശരിക്ക് അറിഞ്ഞു ഉൾക്കൊണ്ട ഒരാൾക്ക് ഇസ്ലാമിന്റെ വിശ്വാസം എന്തൊരു സമാധാന. അലാ ബിദിക്രില്ല തത്മഇനുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം കിട്ടുന്ന വിശ്വാസം. എത്ര പരീക്ഷണങ്ങൾ വന്നാലും മനസ്സ് തകരൂല, സന്തോഷം ഇല്ലാതാവൂല. വിശ്വാസതാണ്. കർമ്മങ്ങൾ ഒന്ന് വുളു ചെയ്ത്
ഒന്ന് ഒളു ചെയ്ത് വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന വല്ലാത്തൊരു സന്തോഷവും സമാധാനമുണ്ട്. അത് ആസ്വദിക്കുന്നവനാ മുസ്ലിം. തൻ്റെ കൈകളിലുള്ളത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനവും ആസ്വാദനമുണ്ട്. നമ്മൾ കൊടുത്ത 10 രൂപ കൊണ്ട് ഒരു പാവപ്പെട്ടവൻ ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കുമ്പോൾ അത് കാണുന്ന സമയത്ത് കിട്ടുന്നൊരു ആസ്വാദനമുണ്ട്. സഹോദരങ്ങളെ, കൊല്ലലും ശത്രുത കാണിക്കലും അടിച്ചമർത്തലും അല്ല ആസ്വാദനം. ആണോ? കൊല്ലലും അടിച്ചമർത്തലും അല്ല ആസ്വാദനം. മറിച്ച് സ്നേഹിക്കലും ദാനം ചെയ്യലും മറ്റുള്ളവരെ സഹായിക്കലുമൊക്കെയാണ് ആസ്വാദനം. അതിലൂടെ ആസ്വദിക്കാൻ കഴിയും. മുസ്ലിമിന്റെ ഈദിനോളം, മുസ്ലിമീങ്ങൾ ആഘോഷത്തോളം ആസ്വദിക്കുന്നൊരു ആഘോഷം വേറെ ഏത് സമുദായത്തിനുള്ളത്? എന്താ കാരണം? മുസ്ലിമീങ്ങളെ 2 ആഘോഷവും എന്താ? ശക്തമായ വിശ്വാസത്തിന്റെ തക്ബീറുകൾ മുഴക്കലാ, അല്ലെ? അവിടെ ബലികർമ്മങ്ങൾ നടത്തലും ദാനം ചെയ്യലും ഫിത്ർ സകാത്ത് കൊടുക്കലും നോക്കൂ നിങ്ങൾ, ശരിക്കും ആസ്വദിക്കുകയാണ്. മറ്റുള്ളവൻ്റെത് പിടിച്ചടക്കലല്ല ആസ്വാദനം. മറ്റുള്ളവൻ്റെത് കൈയിട്ട് വാരലോ ഹറാമ് ശേഖരിക്കലോ അതല്ലല്ല ആസ്വാദനം. ആണോ? അല്ല. യഥാർത്ഥമായ ആസ്വാദനം ആസ്വദിക്കുന്നത് അബൂ അലാ നൂരിൻ അല്ല പറയും, ഒരു വെളിച്ചത്തില, ഒരു പ്രകാശം അവന്റെ മുന്നിലുണ്ട്. ബാക്കി കേട്ടോളൂ. ഫവൈലുൻ എന്നാൽ നാശമാണ്. ആർക്ക്? ലിൽ ഖാസിയത്തി ഖുലൂബുഹും ഹൃദയം കടുത്തുപോയവർക്ക് നാശമാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഈ ഗ്രന്ഥത്തോളം ഒന്നെടുത്ത് ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കി, ഒരു പേജ് ഒന്ന് ഓതി നോക്കി, ഒരു പരിഭാഷയെടുത്ത് ഖുർആനിന്റെ ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ടൊന്ന് വായിക്കേ, അതിനർത്ഥം ഒന്ന് വായിക്കേ. സഹോദരങ്ങളെ, ഒരു അല്പമെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ സങ്കടങ്ങൾ പോകും. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹ് ഇറക്കിയത് ഏറ്റവും നല്ല വർത്തമാനാണ്. നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ ആര്? അള്ളാഹ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ, ആവർത്തിച്ചുള്ള പരസ്പര സാദൃശ്യമുള്ള വചനങ്ങളും. തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, അല്ലാഹനെ ഭയപ്പെടുന്നവരുടെ തൊലികൾക്ക് രോമാഞ്ചമുണ്ടാകും. തഖ്ശഇറു സുമ്മ തലീനു, ലോലമാകും, കട്ടി കുറയും. എന്ത്? സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും, ഹൃദയങ്ങൾ ലോലമാകും, ഹൃദയങ്ങൾ കട്ടി കുറയും, തൊലികൾ കട്ടി കുറയും, വിനയാന്യതരാകും, ജീവിതം അവരാസ്വദിക്കും. നിങ്ങൾ നോക്കൂ, ഖുർആൻ മാറ്റിയ സമൂഹം ഖുർആൻ വരുന്നതിന് മുമ്പ് കള്ളും മദ്യവും ചൂതാട്ടവും വ്യഭിചാരവും ഒക്കെ, ഇതൊക്കെയാണല്ലോ ഇന്നത്തെ തലമുറയുടെ ആസ്വാദനം. ഇന്ന് ആസ്വദിക്കാന്ന് പറഞ്ഞാലതാ. എങ്കിൽ ഇതുണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു ഖുർആൻ വരുന്ന കാലത്ത്. എന്നിട്ട് എന്തായിരുന്നു അവരവസ്ഥ? ഒരു സമാധാനം അവർക്കുണ്ടായിരുന്നോ? എത്ര വിധവകളാ, എത്ര അനാഥകളാ അവിടെ ഉണ്ടായത്. എന്നും യുദ്ധങ്ങളല്ലായിരുന്നോ? സമാധാനത്തോടെ ജീവിതം ആസ്വദിക്കാൻ അവർക്ക് പറ്റിയില്ല. എന്നിട്ട് ഖുർആൻ വന്നു, ഖുർആൻ അവർ ഉൾക്കൊണ്ട്, ഖുർആൻ പഠിച്ചു, മനസ്സിലാക്കി, ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അവർ ആസ്വദിക്കുക. ആയുസ്സിന്റെ ഒരു ഭാഗം ജീവിതത്തിൽ ആസ്വാദനം എന്ന് പൊതുവെ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, കള്ളും പെണ്ണും ചൂതാട്ടം ഒക്കെ. അതൊക്കെ കണ്ട് ഒഴിവാക്കി ഇസ്ലാം അങ്ങോട്ട് സ്വീകരിച്ചപ്പം അവരെ ഹൃദയത്തിന് കട്ടി കുറഞ്ഞു. അപ്പം അവർ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. കുട്ടികളെ കൊന്നു. അവര് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊന്നു. ദാരിദ്ര്യത്തെ ഭയപ്പെട്ട് കുട്ടികളെ കൊന്നു. അത് ആണും പെണ്ണുണ്ട്. ദുരഭിമാനം കൊണ്ട് പെൺകുട്ടികളെ കൊന്നു, സ്വന്തം മക്കളെ കൊന്നു, അല്ലെ? എന്നിട്ട് അതിനു ശേഷം പിന്നെ അവരായുസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കണ്ണീർച്ചാലുകളിലൂടെ കരഞ്ഞ് അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് അവര് വിലപിച്ചു. എന്നിട്ട് അള്ളാഹിന്റെ വചനങ്ങൾ കൊണ്ട് അവർക്ക് സമാധാനം കിട്ടി. ഹൃദയത്തിന് അള്ളാഹ് ഇറക്കിക്കൊടുത്തു, ഹൃദയത്തിൽ സമാധാനം, ശാന്തി ഇറക്കിക്കൊടുത്തു. പിന്നീട് അവർ ജീവിതം ആസ്വദിക്കാൻ നമ്മൾ കാണുന്നത്. ഹൃദയം കടുത്തുപോയാൽ ചെയ്യുന്നത് എന്തായിരിക്കും? ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് അതേപോലെ ഹൃദയം കടുത്ത മനുഷ്യൻ ചെയ്യുന്ന കാര്യം എന്താ? ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, അരീക്കോട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഒരു റമദാൻ മാസം അവസാനത്തെ 10 ഭാര്യയെയും രണ്ട് മക്കളെയും
8ഉം 12ഉം വയസ്സുള്ള 2 മക്കളെയും കൂട്ടിയിട്ട് ടെക്സ്റ്റൈൽസിൽ പോയി. എന്നിട്ട് പെരുന്നാൾ ഡ്രസ്സൊക്കെ വാങ്ങി അയാൾ സ്കൂട്ടറിൽ വരിക. വന്നിട്ട് ആ വരവ് നേരെ ഒരു വെള്ളക്കെട്ടിലേക്ക് അങ്ങോട്ട് ഇറക്കിയിട്ട് ആ 2 മക്കളും ഭാര്യയും ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. അതൊരു അപകട മരണം, ഒരു സ്കൂട്ടർ അപകടം എന്ന് ആദ്യം ആളുകൾ ധരിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഈ മനുഷ്യന്റെ ഹൃദയകാഠിന്യം. തന്റെ ഭാര്യയുടെ പേരിൽ എടുത്ത ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി, ലക്ഷങ്ങൾ ഇൻഷൂർ ചേർന്നിട്ട് ആ പൈസ കിട്ടാൻ വേണ്ടിയാണ് സ്വന്തം ഭാര്യയെയും സ്വന്തം മക്കളെയും ആ മനുഷ്യൻ കൊല്ലുന്നത്. എന്നിട്ട് കേസ് തെളിഞ്ഞു, പോലീസ് അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിലിറങ്ങി മുങ്ങി, വർഷങ്ങളോളം നടന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് അയാളെ പിടികൂടി. അവിടെ വാർത്ത ശരിയാണെങ്കിൽ അവിടെയും ഭാര്യയും മക്കളും. എന്തായി കുടുംബം? നമ്മൾ ആലോചിക്കണം. ഇതിൽ നിന്നൊരു വലിയ പാഠം നമുക്ക് പഠിക്കാനുണ്ട് സഹോദരങ്ങളെ. എന്താണ്? നമ്മുടെ ഹൃദയവുമൊന്നും നമ്മുടെ കൈകളിലല്ല എന്നൊരു ചിന്ത. ഈ 2 മക്കളുണ്ടായി, അത്രയും വർഷം ഇവര് സമാധാനത്തോടെ ജീവിച്ചില്ലേ, സന്തോഷത്തോടെ ജീവിച്ചില്ലേ? ഒരു നിമിഷ നേരം കൊണ്ട് അയാളെ ചിന്ത വരുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ ഹൃദയത്തിന്റെ കാഠിന്യം. സ്വന്തം ഭാര്യയും 2 മക്കളും ആ രാത്രിയിൽ ഇരുട്ടിൽ വെള്ളത്തിൽ മുങ്ങി ശ്വാസം കിട്ടാതെ കൈകാലുകളിട്ടടിച്ച് ആ മക്കൾ വാപ്പാന്ന് വിളിച്ചിട്ടുണ്ടാകും അല്ലേ? ആ വെള്ളത്തിലേക്ക് താന്നു പോകുമ്പം തന്റെ ഭർത്താവിനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടാകും. ആ 2 പൈതമക്കൾ ശ്വാസം കിട്ടാതെ വെള്ളത്തിലേക്ക് താന്നു പോയപ്പോ ഒന്ന് കൈ പിടിച്ചാൽ രക്ഷപ്പെടുത്താമായിരുന്നു ആ മനുഷ്യന്. പക്ഷെ അയാൾ ചെയ്തില്ല. തന്റെ മുന്നിൽ കരഞ്ഞിട്ടും കൈയൊന്ന് നീട്ടിക്കൊടുക്കാൻ പോലും തയ്യാറാകാത്ത മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാഠിന്യം നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. എന്നിട്ട് അവൻ ആസ്വദിക്കാൻ കഴിഞ്ഞോ? ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞോ? 2 കുടുംബം ഒരുപോലെ അനാഥായില്ലേ? അന്ന് ജാഹിലിയത്തിൽ മക്കളെ കൊന്നിരുന്നെങ്കിൽ ഇന്ന് അതേ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അല്ലാഹു പറയാണ്, ഇനിയും സമയമായില്ലേ വിശ്വാസികളെ അള്ളാഹുവിലേക്ക്, അവന്റെ ഓർമ്മയിലേക്ക് ഭയപ്പെട്ടുകൊണ്ട് വിനയത്തോടെ മടങ്ങി വരാൻ ഇനിയും സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, അള്ളാഹു ഇറക്കി തന്ന ഈ സത്യത്തിലേക്ക് ഇറങ്ങി വരാൻ സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ നിങ്ങൾ ആവരുത്. ഫതാല അലൈഹിമുൽ അമദ്, കാലം ദൈർഘ്യം സംഭവിച്ചു, കാലങ്ങൾ നീണ്ടുപോയി. ഫഖസത്ത് ഖുലൂബുഹും, ഹൃദയം കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ ഭൂരിപക്ഷം ആളുകളും അധർമ്മകാരികളായി മാറി. സഹോദരങ്ങളെ, ജീവിതം ആസ്വദിക്കുക എന്ന് പറയുന്നത് ശരിയായ വിശ്വാസവും കർമ്മവും അള്ളാഹു ഇറക്കിത്തന്ന ഗ്രന്ഥത്തിലേക്ക് മനസ്സ് തിരിച്ചുവിട്ട് വിനയത്തോടെ ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടാകണം, ഹൃദയത്തിൽ അള്ളാഹിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം, സ്വാർത്ഥ താല്പര്യങ്ങൾ ഒഴിവാക്കണം. എങ്കിൽ കുടുംബത്തോട് സത്യസന്ധമായി പെരുമാറാൻ കഴിയും, നമ്മളെ വീട്ടിൽ നന്നായി ജീവിക്കാൻ കഴിയും, ഈ ജീവിതം ആസ്വദിക്കാൻ കഴിയും. 3 നേരം കഞ്ഞി കുടിക്കാൻ മാത്രമാണ് വകുപ്പുള്ളതെങ്കിലും ആ കഞ്ഞ് ആസ്വദിച്ചുകൊണ്ട് വിശപ്പ് മാറുന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ഇല്ല എങ്കിൽ നമുക്ക് കൊട്ടാരങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, തലമുറകൾക്ക് ജീവിക്കാൻ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, ദുനിയാവിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, അധികാരങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു നിയന്ത്രണവും നമ്മുടെ കൈകളിലില്ല. ഒരു നിയന്ത്രണവും നമ്മളെ കൈകളിലില്ല. നമ്മൾ അടുത്ത നിമിഷം എന്ത് ചിന്തിക്കുമെന്നും എന്ത് പ്രവർത്തിക്കുമെന്നും നമുക്കറിയില്ല. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത റബ്ബേ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ,
സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, ഈ ദീനിൽ എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ നിലനിർത്തിക്കൊണ്ട് റബ്ബേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചതിൻ്റെ കാരണം അതാണ്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ ചിന്തകളെ, പ്രവർത്തനങ്ങളെ പല ദിശയിലേക്ക് മാറ്റിവിടുന്ന റബ്ബേ, സബ്ബിത്ത് ഖൽബി അലാ ത്വാഅതിക്, നിന്നെ അനുസരിക്കുന്നതിൽ എൻ്റെ ഹൃദയത്തിന് സ്ഥിരത കൊണ്ട റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കുന്നവർ സഹോദരങ്ങളെ, അവരാരും അതൊക്കെ എനിക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ച് ചെയ്തവരല്ല. ഇന്ന് ജയിലറകളിലുള്ളവർ, ശിക്ഷിക്കപ്പെടുന്നവർ, തൂക്കുകയർ പ്രതീക്ഷിച്ച് കിടക്കുന്നവർ, ജീവിതത്തിൽ ഇനി ഒരിക്കലും മരിക്കുന്നതുവരെ പുറം ലോകം കാണുകയില്ല എന്ന് ഉറപ്പുള്ള ആയിരക്കണക്കിന് ആളുകൾ തടവറകൾക്കുള്ളിലുണ്ട്, പുറം ലോകം കാണാതെ. അവിടേക്ക് എത്തിപ്പെട്ടതൊന്നും സഹോദരങ്ങളെ അവരാഗ്രഹിച്ചിട്ടല്ല. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയണം. ഹൃദയത്തിന്റെ നിയന്ത്രണം റബ്ബിലാണ്. ആ ബോധത്തോടെ ജീവിക്കാൻ കഴിയണം. റബ്ബന ലാ തുസീ ഖുലൂബനാ, റബ്ബന ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. റബ്ബേ, നിന്റെ ഹിദായത്ത്, നിന്റെ ഈ മാർഗം, ഈ സത്യദീൻ, ഇതിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ തെറ്റിച്ച് കളയില്ല റബ്ബേ. ഒരു വേണ്ടാത്ത ചിന്തയിലേക്കും എൻ്റെ ഹൃദയത്തെ നീ കൊണ്ടുപോകല റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടത് ഇതുകൊണ്ടാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന് വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. സകല ഹൃദയ കാഠിന്യങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവലിനെ പ്രദാനം ചെയ്യട്ടെ. നൈമിഷികമായി ജീവിതത്തിൽ വിശ്വാസത്തിലും കർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതം സന്തോഷത്തോടെ രാവും പകലും ആസ്വദിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വീടുകളിലും ആശുപത്രികളിലും രോഗികളായി കിടക്കുന്നവരുണ്ട്, അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സഹോദരനായ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ മകൻ റിയാദിൽ 15 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ബോധരഹിതനായി വീണ് ഇന്ന് ICUവിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്. ദിവസങ്ങളായി ബോധമില്ലാതെ കിടക്കാണ്. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാവായ, നമ്മുടെ ഈ സദസ്സിൽ ഇപ്പോഴും ഇരിക്കുന്ന നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ 4 മാസം പ്രായമായ മകള് കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ICUവിലാണുള്ളത്. അല്ലാഹു തആല ആ പിഞ്ചു പൈതലിന് ആശ്വാസവും സമാധാനവും രോഗശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും അല്ലാഹു നമുക്കെല്ലാവർക്കും കാവലിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മുഗ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹിയാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിർ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനൻ നാർ. اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.